Maharaja Gold and Diamonds, Toll Junction, Idapalli, Pallurthi, Thirupponithura, Kaladi, Eramalur, Arurpalli, Thuravur, Thrissur. TK മാധവൻ സ്മാരക ശ്രീ നാരായണ പ്രാർത്ഥന കുടുംബ യൂണിറ്റിന്റെ 28ാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ചക്കുമരശ്ശേരി 845 നമ്പർ SNDP ശാഖായോഗം മുരുവൻതുരുത്ത് TK മാധവൻ സ്മാരക ശ്രീ നാരായണ പ്രാർത്ഥന കുടുംബ യൂണിറ്റിന്റെ 28ാമത് വാർഷിക പൊതുയോഗം നടത്തപ്പെട്ടു. കല്ലേറ്റൻതറ KP അനിരുദ്ധന്റെ വസതിയിൽ വെച്ചാണ് പരിപാടി നടത്തപ്പെട്ടത്. ശാഖാ പ്രസിഡന്റ് പതാക ഉയർത്തിനു ശേഷം ചക്കുമരശ്ശേരി മഹാക്ഷേത്ര മേൽശാന്തി TK ഉണ്ണികൃഷ്ണൻ ശാന്തി ഗുരുപൂജ നടത്തി. പൊതുസമ്മേളനം ശാഖാ പ്രസിഡന്റ് KC ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ശാഖാ പ്രസിഡന്റ് PS ബിനീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. പറവൂർ SNDP യൂണിയൻ കൺവീനർ സൈജു മനക്കപ്പടി ഉദ്ഘാടനം നിർവഹിച്ചു. ശരിക്കും നമ്മുടെ ദർശനോത്സവം നടത്തിയപ്പോ ആ കണ്ട പന്തല് പോലെ തന്നെ ഇവിടെ ഏതാണ്ട് അതുപോലെ തന്നെ മഴ വന്നാലും വെയിൽ വന്നാലും ഒക്കെ കാണാം. ഒന്നും ആർക്കും നമ്മുടെ ശാഖാംഗങ്ങൾ ഒന്നും വരാത്ത പുറമേൽക്കാത്ത രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഇന്ന് രാജീവ് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും അതിന് പ്രത്യേകം രാജീവിനെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ രാജീവിന്റെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും മഹാഗുരുവിന്റെ എല്ലാവരും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പറവൂർ SNDP യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. യോഗം ഡയറക്ടർ ബോർഡ് അംഗം NP ബിനു ഗുരുദേവ സന്ദേശം നൽകി. തുടർന്ന് യോഗം ഡയറക്ടർ ബോർഡ് അംഗം PS ജയരാജ് സംഘടനാ പ്രഭാഷണം നടത്തി. കുടുംബയോഗം കൺവീനർ KP അനിരുദ്ധൻ 2025-26 കണക്കും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ആശംസകൾ നേർന്നുകൊണ്ട് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവും മേഖലാ കൺവീനറുമായ VN നാഗേഷ്, യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം KB സുഭാഷ്, ശാഖാ വൈസ് പ്രസിഡന്റ് VN സുരേഷ് ബാബു, ശാഖാ മാനേജിംഗ് കമ്മിറ്റി അംഗവും യൂണിയൻ രക്ഷാധികാരിയുമായ MA സുരേഷ്, വനിതാ സംഘം യൂണിയൻ കമ്മിറ്റി അംഗം ഷിലങ്കി വിനീഷ്, വനിതാ സംഘം പ്രസിഡന്റ് സുനി സതീശൻ, കുമാരി സംഘം യൂണിയൻ കമ്മിറ്റി അംഗം കുമാരി പാർവതി വിനീഷ്, കുമാരി സംഘം ശാഖാ പ്രസിഡന്റ് കുമാരി ഐശ്വര്യ ലക്ഷ്മി, ബാലജനയോഗം യൂണിയൻ കമ്മിറ്റി അംഗം കുമാരി ശിവന്യ ദീപു, ബാലജനയോഗം പ്രസിഡന്റ് അനിൽ P അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജോയിന്റ് കൺവീനർ PG രാജീവ് കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് ഉച്ചഭക്ഷണവും കലാപരിപാടികളും അരങ്ങേറി. അതിൻ്റെതായ ഗൗരവത്തോടു കൂടി ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരു മനസ്ഥിതി നമ്മളിൽ വളർന്നു വരാത്തിടത്തോളം കാലം നമുക്ക് എപ്പോഴും ഈ അവകാശങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒറ്റപ്പെട്ട സ്വരങ്ങളായിട്ട് നിൽക്കാമെന്നല്ലാതെ കൂടുതൽ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പറവൂർ.